നമ്മൾ ഏറ്റവും ഒടുവിലായി പഠിച്ചത് സാധാരണ പലിശ കണ്ടുപിടിക്കുന്നത് എങ്ങനെ. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ചില ആളുകൾ അത് കൂട്ടുപലിശയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സാധാരണ പലിശയിൽ നമ്മൾ ആ പ്രിൻസിപ്പൽ എമൗണ്ടിന് തന്നെ ഇൻട്രസ്റ്റ് എടുക്കുന്നതാണ് എത്ര വർഷം കഴിഞ്ഞാലും. ഇപ്പോൾ കൂട്ടുപലിശയെ സംബന്ധിച്ച് രണ്ടാമത്തെ വർഷം മുതൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ആ വർഷത്തെ ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ടാണ് അടുത്ത വർഷം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് എല്ലാ വർഷവും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം സാധാരണ പലിശയെ സംബന്ധിക്കുന്നതാണ്. ഇപ്പോൾ സാധാരണ പലിശ കണ്ടുപിടിക്കുന്നതിനുള്ളൊരു സൂത്രവാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒന്നുകൂടി പറയാം. I = PNR/100. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. ഇവിടെ അത് 8500 N നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് എത്ര വർഷത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വർഷത്തിൻ്റെ നമ്പറാണ്. അതിവിടെ 2. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതിവിടെ 10%. ഇനി നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ I = P 8500 × N 2, R 10% /100. നമുക്ക് പറ്റുന്ന സീറോകൾ വെട്ടാം. ഇവിടെ 2 0 ഉണ്ട്, ഇവിടെയും 2 0 വെട്ടാം. ഇനി 85-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 170, 170-നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 1700. അപ്പോൾ ഇതാണ് 8500 രൂപ 10% നിരക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന പലിശ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി 1700 ശരി. അപ്പോൾ എല്ലാവരുടെയും സംശയം മാറിയല്ലോ. സാധാരണ പലിശ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരും. ടിൽ ദെൻ, ഗുഡ് ബൈ.